നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എടാ കറണ്ട് പോയടാ, കത്തിക്ക്. വീണ്ടും കറണ്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു. ഇനി മെഴുകുതിരിയും വിളക്കും വിശറിയും വേണ്ട. 34 വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ വിശ്വാസമാണ് ഗ്യാസ് ബാറ്ററിയും ഇൻവെർട്ടറും. നിങ്ങൾക്കും വിശ്വസിക്കാം. KPCC പ്രസിഡന്റായി കെ സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച ശേഷമാണ് സുധാകരൻ ഇന്ദിരാഭവനിൽ എത്തിയത്. KPCC ആസ്ഥാനത്തെത്തിയ സുധാകരന് പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണം നൽകി. സ്ഥാനാരോഹണ ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ സംബന്ധിച്ചില്ല. KPCC ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരൻ ചാർജ് എടുക്കുന്ന സമയത്ത് എത്തിച്ചേർന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് മാർച്ച് 12-നാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറിയത്. തുടർന്നാണ് UDF കൺവീനർ MM ഹസനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCC ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കമാൻഡ് സുധാകരനെ KPCC പ്രസിഡന്റ് പദവി തിരികെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെ സുധാകരന് KPCC പ്രസിഡന്റ് പദവി തിരികെ നൽകാത്തത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. സുധാകരനെ ഒഴിവാക്കാൻ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകൾ ശ്രമം നടത്തിയതായി കെ സുധാകരൻ അനുകൂലികൾ വിലയിരുത്തുന്നു. പദവി തിരികെ നൽകാത്തതിനെ തുടർന്ന് കെ സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു.